Exercise 2.2. Find the zeros of the following quadratic polynomials and verify the relationship between the zeros and the coefficients. Okay. തന്നിട്ടുള്ള പോളിനോമിയൽസ് വെരിഫൈ ചെയ്യണം. എന്തൊക്കെയാണ് വെരിഫൈ ചെയ്യേണ്ടത്? സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് തമ്മിൽ വെരിഫൈ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് എങ്ങനെയായിരുന്നു. അതിൽ നമുക്ക് സം അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു അല്ലെ. സം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? സം വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ബി ബൈ എ ആൻഡ് ദ പ്രൊഡക്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു സി ബൈ എ. ഓക്കെ, എ ആൻഡ് ബി നമ്മൾ യൂസ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? ആൽഫ പ്ലസ് ബീറ്റ അതായിരുന്നു സമ്മ. പ്രൊഡക്റ്റ് എങ്ങനെയായിരുന്നു? ആൽഫ ഇൻറ്റു ബീറ്റ. ഇങ്ങനെയാണ് നമ്മൾ സം ആൻഡ് പ്രൊഡക്റ്റ് കോഎഫിഷ്യൻസും സീറോസും വെരിഫൈ ചെയ്യുമ്പോൾ ചെയ്തിരുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കണം. സീറോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്നിട്ട് സീറോസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ കോഎഫിഷ്യൻസിന്റെ കൂടെ എന്ത് ചെയ്യുന്നത്? റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി സീറോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രൊഡക്റ്റ്, ഇത് സമ്മാണ് അല്ലെ. പ്രൊഡക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -8 കിട്ടണം. അതേപോലെ തന്നെ പ്ലസ് ഓർ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ -2 കിട്ടണം. ഏത് നമ്പറാണ് വരിക? 4 and 2 എടുക്കുകയാണെങ്കിൽ 4 into 2 8 കിട്ടും. 4 minus 2 2 കിട്ടും. ഓക്കെ, അപ്പൊ 4 and 2 നമ്മൾ എടുക്കാം. ഇനി x സ്ക്വയർ -2 ആണ് കിട്ടുന്നത്. അപ്പൊ വലിയ നമ്പറിന് എന്ത് കൊടുക്കണം? നമ്മൾ നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ 4ന് നമുക്ക് നെഗറ്റീവ് കൊടുക്കാം. -4x 2x അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് -2 വരുള്ളൂ. ഓക്കെ, -4x + 2x -8. ഇനി സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെ സെപ്പറേറ്റ് ആക്കാം. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് x ആണ് അല്ലെ. എക്സിനെ പുറത്തെടുക്കുമ്പോൾ ആണെങ്കിൽ ഇവിടെ x ഉണ്ടായിരിക്കും. ഇവിടെ x എടുത്തിട്ടുണ്ടെങ്കിൽ 4 ആയിരിക്കും. പ്ലസ് 2x and 8 നമുക്ക് എപ്പോഴും ബ്രാക്കറ്റിനകത്തുള്ളത് സെയിം ആയിരിക്കണം. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ 2 പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കി എന്തായിരിക്കും? x മൈനസ് 8ന് 2 എടുക്കുകയാണെങ്കിൽ 4 into 2 8. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ബ്രാക്കറ്റും സെയിം ടു സെയിം ആയി. ഇനി ഫാക്ടേഴ്സ് ഏതൊക്കെ വരെ? x and 2 അതൊരു ബ്രാക്കറ്റ് ആക്കാം. ആൻഡ് x minus 4 ദീസ് ആർ ദി ഫാക്ടേഴ്സ്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? സീറോസ് എടുക്കുന്നത്. എങ്ങനെ സീറോസ് എടുക്കുക? x + 2 = 0. Therefore x is equal to ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ -2. ഓക്കെ, അപ്പോൾ ഒരു 0 ആയി. ഇനി നെക്സ്റ്റ് വൺ x - 4 = 0. Therefore x = -4 അങ്ങോട്ട് പോകുമ്പോൾ +4. ഓക്കെ, അപ്പോൾ നമുക്ക് സോ ആൽഫക്ക് നമ്മൾ എന്ത് കൊടുക്കാം? -2 ആൻഡ് ബീറ്റ 4 കൊടുക്കാം. ഇനി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാം? -2 + 4. എന്താണ് ആൻസർ വരുന്നത്? പോസിറ്റീവ്. ഓക്കെ, ഇനി അപ്പൊ അതിന്റെ സമ്മ് കിട്ടി. ആൽഫ പ്ലസ് ബീറ്റ സമ്മ് കിട്ടി. ആ സം നമ്മൾ ഇനി എങ്ങനെ എടുക്കാം? സം എങ്ങനെ കാണാം? -b/a. -b/a എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ABC -b/a കാണുമ്പോൾ നെഗറ്റീവ്, ഇതിന്റെ ഓൾറെഡി ഒരു നെഗറ്റീവ് സിമ്പിൾ ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ബിയുടെ വാല്യൂ എന്താണ്? -2 ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ എ എന്താണ്? 1 ആണ്. നെഗറ്റീവ് പോസിറ്റീവ് ആവും. 2/1 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 എന്തായി? നമുക്ക് സെയിം ആയിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ? പ്രൊഡക്റ്റ് നോക്കാം. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുമ്പോൾ -2 into 4 വിച്ച് ഈസ് ഈക്വൽ ടു -8. അതെങ്ങനെയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്? പ്രൊഡക്റ്റ് c/a എന്ന് പറയുമ്പോൾ c എന്താണ്? നമ്മുടെ -8 ആണ് അല്ലെ. -8 ഡിവൈഡഡ് ബൈ വിച്ച് ഈസ് ഈക്വൽ ടു -8.